ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രാജു, ഞാൻ രാജുവിന്റെ ഭാര്യ. അങ്ങനെ കാണു രാജു. മാഡം, നമ്മൾ രണ്ട് വീട്ടുകാരും രണ്ട് കൾച്ചറല്ലേ? വാട്ട് നോൺസെൻസ് രാജു. രണ്ട് കൾച്ചറോ? എല്ലാം ഒരു കൾച്ചർ തന്നെയാ. ക്വാളിഫിക്കേഷനിലൊന്നും അല്ല രാജു ആളുകളെ അളക്കേണ്ടത്, ക്വാളിറ്റി ഇല്ല. വേണുങ്ങളുടെ രാധമ്മയെ നോക്കിയേ. രാധമ്മ ഇപ്പൊ എന്നോട് അല്പം ദേഷ്യത്തിലാണെങ്കിലും അവരുടെ ആ കൾച്ചർ ഒന്ന് നോക്കിയേ. അതൊക്കെ കണ്ട് പഠിക്കണം. മാഡം, ഞാൻ അതൊന്നുമല്ല ചിന്തിക്കുന്ന. എന്റെ വീട്ടിലെ കഷ്ടപ്പാടുകളൊക്കെയാ, കൂടാതെ വാടക വീടും. ആ കഷ്ടപ്പാടൊക്കെ കണ്ടല്ലേ എന്റെ അമ്മമ്മ ഇതെല്ലാം നമുക്ക് എഴുതി തന്നത്. മാഡം, അതൊന്നും സ്വീകരിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. രാജുവിന് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി. കോടികളുടെ സ്വത്ത് എനിക്കുണ്ടെന്ന് കരുതി എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് രാജുവിനോടൊപ്പമുള്ള ജീവിതം. ഞാൻ എന്റെ ഏറ്റവും വലിയ സ്വത്തായി കാണുന്നത് രാജുവിനെ, എന്റെ രാജുവിനെ. ഞാൻ ലൈഫ് കാണുന്നത് രാജുവിന്റെ വീട്ടിലാ. അതാണ് ലൈഫ്, പച്ച മനുഷ്യരുടെ ജീവിതം. അവിടെ ഇണങ്ങി പിണങ്ങിയൊക്കെ ജീവിക്കുന്നതിനപ്പുറം എന്ത് സുഖ വേറെ ഉള്ളത്. പിന്നെ രാധമ്മ, എന്തായാലും രാജുവിന്റെ അമ്മയല്ലേ രാധമ്മ. തന്നെയുമല്ല, രാധമ്മയുടെ ശരിയായ സ്വഭാവം എനിക്കറിയാവുന്നതല്ലേ. ഇതൊക്കെ അങ്ങ് മാറിക്കോളും രാജു. രാധമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം ഒരു ഫീലിങ്സിൽ നിന്നുണ്ടായതാ. രാജു എന്നെ വിവാഹം കഴിക്കില്ലെന്ന് രാധമ്മ മനസ്സിൽ ഉറപ്പിച്ചപ്പോഴാ രമ്യയുടെ അമ്മയ്ക്ക് വാക്ക് കൊടുത്തത്. ആ വാക്ക് തെറ്റിക്കേണ്ടി വന്നില്ലേ? ചിലർക്ക് വാക്ക് വ്യത്യാസം വരുത്തുന്നത് അവരെ കൊല്ലുന്നതിന് തുല്യ. അതുകൊണ്ട് രാധമ്മയുടെ ദേഷ്യമൊക്കെ പതുക്കെ മാറിക്കോളും. യു ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ശരി, നമുക്ക് വീട്ടിലേക്ക് പോ. രാജു, മറ്റൊരു കാര്യമുണ്ട്. എന്റെ പേരിലെ സ്വത്തുക്കളെല്ലാം എഴുതി തന്ന കാര്യം വല്യമ്മയും ചേട്ടനും അറിയണ്ട. ഞാൻ കോടീശ്വരിയാണെന്നൊക്കെ അറിഞ്ഞ അവര് ഫേക്കായ സ്നേഹമായിട്ട് വരും. ആ ഡ്രാമ എനിക്ക് സഹിക്കില്ല. അതുകൊണ്ട് അതൊന്നും തൽക്കാലം ആരും അറിയണ്ട. ദൈവമേ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴിയിലേക്കാണല്ലോ എന്റെ ജീവിതം പോകുന്ന. എന്താ പിന്നെ ഒരു ആലോചന? ഏയ്, നത്തിങ്. അല്ല, രാജുന് ഓഫീസിൽ പോണ്ടേ? ആ, പോണം. എന്നാ പോയിക്കോ, ഞാൻ നടന്നു പോയിക്കോളാം. വേണ്ട, ഞാൻ കൊണ്ടുവിടാം. തൊട്ടപ്പുറത്തല്ലേ വീട്, ഞാൻ നടന്നു പോയിക്കോളാം. ശരി മാഡം. നോവിനാലേ